ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തേർഡ് ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ തേർഡ് ചാപ്റ്ററിൻ്റെ ടൈറ്റിലാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, വളർച്ചയും വികാസവും. ചെറിയ കുട്ടികളുടെ ജനനം മുതൽ അതല്ലെങ്കിൽ കൺസീവ് ചെയ്തത് മുതൽ ഒരു കുട്ടിയുടെ ഓൾഡ് ഏജ് ആവുന്നത് വരെയുള്ള അവരുടെ വളർച്ചയെയും വികാസത്തെയും കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ഡെഫിനിഷനാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം അല്ലേ. ഗ്രോത്ത് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൈസിൽ അല്ലേ, രൂപത്തിൽ അല്ലെങ്കിൽ സൈസിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. സച്ച് ആസ് ഹൈറ്റ്, വെയ്റ്റ് ആൻഡ് അതർ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ ഹൈറ്റിലുണ്ടാവുന്ന ചേഞ്ചസ്, അതുപോലെ വെയ്റ്റിലുണ്ടാവുന്ന, അതല്ലെങ്കിൽ ഫിസിക്കലിലെ അതർ ഫിസിക്കൽ ഫീച്ചേഴ്സ്, നമ്മളെ ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഫീച്ചേഴ്സിനുണ്ടാവുന്ന ചേഞ്ചസ്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, വളർച്ചയിലുണ്ടാവുന്ന ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ആൻഡ് അതർ ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലേ, മറ്റുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിലും ഹൈറ്റിലും വെയ്റ്റിലും ഒക്കെ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് മെഷറബിൾ ആൻഡ് യൂഷ്വലി ഒക്കേഴ്സ് ഇൻ എ സീക്വൻഷ്യൽ പാറ്റേൺ. എന്താണ് ഈ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? ഇത് മെഷറബിൾ ആണ്, അളക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. ദെൻ യൂഷ്വലി ഒക്കേഴ്സ് ഇൻ എ സീക്വൻഷ്യൽ പാറ്റേൺ. അത് സാധാരണ ഈ വളർച്ച അല്ലേ, അല്ലെങ്കിൽ ഈ ഗ്രോത്ത് നടക്കുന്നത് ഓരോ സീക്വൻഷ്യൽ പാറ്റേണിലാണ്. ഓരോ ഘട്ടത്തിൽ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഘട്ടത്തിൽ ഇത്രയും എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെയുള്ള സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു വളർച്ച നടക്കുന്നത്. എപ്പോൾ? ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളിസൻസ് അല്ലേ. ചൈൽഡ്ഹുഡിലും അഡോളിസൻസിലുമാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നടക്കുന്നത് അഥവാ ഗ്രോത്ത് സംഭവിക്കുന്നത്. ഓക്കെ, അതുപോലെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഡെവലപ്മെൻറ്റ് ആസ് ദ അതർ ഹാൻഡ് ഈസ് ബ്രോഡർ ടേം ദാറ്റ് എൻകംപാസസ് ബോത്ത് ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ കോഗ്നിറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് മോറൽ കപ്പാസിറ്റീസ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് മറ്റൊരു സൈഡ് അല്ലേ. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടാവുന്നു. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതൊരു ബ്രോഡർ ടേമാണ്, അത് വലിയ ഒരു ടേം തന്നെയാണ് അല്ലേ. ദാറ്റ് എൻകംപാസസ് ബോത്ത് ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ കോഗ്നിറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് മോറൽ കപ്പാസിറ്റീസ്. എന്തിലൊക്കെ വരുന്ന ചേഞ്ചസ് ആണ്? കോഗ്നിറ്റീവ് ആയിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള വളർച്ച, അതുപോലെ ഇമോഷണലായിട്ടുള്ള വളർച്ച, അതുപോലെ സോഷ്യൽ ആൻഡ് മോറൽ കപ്പാസിറ്റി, സാമൂഹികവും മോറലുമായിട്ടുള്ള കപ്പാസിറ്റീസിനൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലേ. അതായത് നമ്മൾ ചെറിയൊരു കുട്ടി മുതൽ അത് വളരുന്നതിനനുസരിച്ച് അതിനെന്തിനൊക്കെ ചേഞ്ചസ് ഉണ്ടാവും? വൈജ്ഞാനികമായിട്ടല്ലേ, വൈജ്ഞാനികമായിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ ഇമോഷണലായിട്ട് വൈകാരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് നടക്കും. സോഷ്യൽ ആൻഡ് മോറൽ കപ്പാസിറ്റീസ്, സാമൂഹികപരമായിട്ടും അവൻ്റെ മോറൽ വാല്യൂസിനൊക്കെ എന്തുണ്ടാവും? ചേഞ്ചസ് വരും, ഡെവലപ്മെൻറ്റ് വരും. അപ്പോൾ അതിനൊക്കെ ഉണ്ടാവുന്ന വികാസങ്ങൾ അതല്ലെങ്കിൽ വളർച്ചയെ തന്നെയാണ് എന്ത് പറയുന്നത്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രോത്തും ഡെവലപ്മെൻറ്റും എന്താണ്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികപരമായ വളർച്ചയാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല, അത് ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ഇറ്റ് ഇസ് ക്വാളിറ്റേറ്റീവ്. ഓക്കെ, അതായത് നമുക്ക് വൈജ്ഞാനികപരമായിട്ടുള്ള എന്താണ് വളർച്ച, വികാസം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പല ചേഞ്ചസും അല്ലേ, അത് ഇമോഷണലായിട്ട്, സോഷ്യലായിട്ട്, മോറലായിട്ട് ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ത്രൂ ഔട്ട് ലൈഫ്. എന്താണ് അത്? ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് ത്രൂ ഔട്ട് അവർ ലൈഫിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് സംഭവിച്ചു കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വികാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഗ്രോത്ത് അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞു ചൈൽഡ്ഹുഡിലും അഡോളസൻസിലുമാണ് ഗ്രോത്ത് കാര്യമായിട്ട് നടക്കുന്നത് അല്ലേ. സോ അത് കഴിഞ്ഞ് ഗ്രോത്ത് എന്ത് ചെയ്യും? നിന്ന് പോകും. സോ ഒരു ഏജ് വരെയുള്ള ഗ്രോത്ത് ഉണ്ടാവുമെങ്കിൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ലൈഫ് ലോങ്, ത്രൂ ഔട്ട് ദ ലൈഫ് ഡെവലപ്മെൻറ്റ് സംഭവിച്ചു കൊണ്ടേയിരിക്കും. എന്തിലൊക്കെ? കോഗ്നിറ്റീവും ഇമോഷണലും ഒക്കെ ആയ രീതിയിൽ. ഓക്കെ, അടുത്തതായിട്ട് എന്താ പറയുന്നത്? കീ ഡിഫറൻസസ് അല്ലേ. ഇവ രണ്ടും, ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നോക്കാം.
ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, ഫോക്കസിങ് ഓൺ ഫിസിക്കൽ ആസ്പെക്ട്സ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്വാണ്ടിറ്റേറ്റീവാണ്, അളക്കാൻ സാധിക്കുന്നതാണ് അല്ലേ? നമുക്ക് കാണാനും തൊട്ട് മനസ്സിലാക്കാനും അളക്കാനൊക്കെ സാധിക്കുന്ന ഒന്നാണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. ഫോക്കസിങ് ഓൺ ഫിസിക്കൽ ആസ്പെക്ട്സ്, ഫിസിക്കൽ ശാരീരികപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഔട്ടർ പാർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വസ്തുവാണ് എന്ത്? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. ഇന്നറായിട്ടുള്ള ഓർഗൻസും നമുക്ക് ഗ്രോത്ത് സംഭവിക്കും, അതുപോലെ പുറത്തുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന വളർച്ചയെയാണ് എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ദ സെയിം ടൈം ഡെവലപ്മെൻറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്. ഡെവലപ്മെൻറ്റ് എന്താണ്? അത് ക്വാളിറ്റേറ്റീവാണ്. അതിൻ്റെ ക്വാളിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമുക്ക് തൊട്ടും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇൻവോൾവിങ് കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയർ ആസ്പെക്ട്സ്. എന്താണ് കോഗ്നിറ്റീവായിട്ടുള്ള അല്ലെ ബുദ്ധിപരമായിട്ടുള്ള അതല്ലെങ്കിൽ വൈജ്ഞാനികപരമായിട്ടും ബിഹേവിയറലുമായിട്ടുള്ള ആസ്പെക്ട്സ് ഘടകങ്ങളെയാണ് ഘടകങ്ങളിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവാണ്, ഫിസിക്കൽ ആസ്പെക്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ദ അതർ ഹാൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവാണ് അല്ലേ? അതിൻ്റെ ക്വാളിറ്റിയിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇൻവോൾവിങ് കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ ആസ്പെക്ട്സ്. കോഗ്നിറ്റീവും വൈജ്ഞാനികവും ബിഹേവിയറലുമായിട്ടുള്ള ആസ്പെക്ട്സിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇതാണ് രണ്ടും തമ്മിലുള്ള കീ ഡിഫറൻസസ്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവാണ്, ഒന്ന് ക്വാളിറ്റേറ്റീവാണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂറ്റി, തുടർച്ച അല്ലേ? പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂറ്റി. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ കണ്ടിന്യൂസ് പ്രോസസ് ഫ്രം കൺസെപ്ഷൻ അൺടിൽ ഡെത്ത്. ഗ്രോത്തും ഡെവലപ്മെൻറ്റും എന്താണെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. എപ്പോൾ മുതൽ? കൺസെപ്ഷൻ മുതൽ, കുട്ടീനെ നമ്മൾ കൺസീവ് ചെയ്യുന്നത് മുതൽ അൺടിൽ ഡെത്ത്, മരണം വരെ എന്ത് നടക്കുന്നുണ്ടെന്ന് പറയുന്നത്? ഗ്രോത്തും ഡെവലപ്മെൻറ്റും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്സ്. ഗ്രോത്തും ഡെവലപ്മെൻറ്റും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് പ്രിൻസിപ്പിൾസ് ഓഫ് സീക്വൻഷ്യൽ. ഒരു ഓർഡറിലാണ്, സീക്വൻസിലൂടെയാണ് എന്ത് പോകുന്നത്? ഗ്രോത്തും ഡെവലപ്മെൻറ്റും. ഓരോ സീക്വൻസിലും എന്തുണ്ട്? ഡിഫറൻസ്, ചേഞ്ചസ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഡെവലപ്മെൻറ്റ്സ് ഫോളോസ് ആസ് ഫിക്സഡ് സീക്വൻസ്. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഓരോ ഫിക്സഡ് സീക്വൻസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? ഫോർ ഇൻസ്റ്റൻസ് അല്ലേ? ഇൻസ്റ്റൻസ്, എ ചൈൽഡ് ഫസ്റ്റ് ലേൺസ് ടു ക്രോൾ, then stand and finally walk. അപ്പോൾ എന്താ പറയുന്നത്? ഓരോ സീക്വൻസിൽ അല്ലേ? സാധാരണ എല്ലാ കുട്ടികൾക്കും ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഗ്രോത്തൊക്കെ സംഭവിക്കുന്നത്. എങ്ങനെ? ആദ്യം കുട്ടി എന്ത് ചെയ്യും? എല്ലാ കുട്ടികളും ഒരു ഇൻസിസ്റ്റൻസ് ആണ് അവർക്കത്. എന്താണ്? എ ചൈൽഡ് ഫസ്റ്റ് ലേൺസ് ടു ക്രോൾ. ഒരു കുട്ടി ആദ്യം എന്ത് ചെയ്യും? ക്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ എഴയാനാണ് ആദ്യം പഠിക്കുന്നത്. ദെൻ സ്റ്റാൻഡ്, ദെൻ എന്തിലൊക്കെയോ പിടിച്ചൊക്കെ കുട്ടി എന്ത് ചെയ്യും? നിൽക്കാൻ പഠിക്കും അല്ലേ? ദെൻ കുട്ടി ആൻഡ് ഫൈനലി വാക്ക്. എന്താണ്? ലാസ്റ്റായിട്ട് കുട്ടി വാക്ക് ചെയ്യും. ഈ സീക്വൻസ് എന്താണ്? എല്ലാ കുട്ടികൾക്കും സെയിം ആണ്. നോർമലായിട്ടുള്ള എല്ലാ ചിൽഡ്രനും ഇങ്ങനെ ഒരു സീക്വൻസിലാണ് എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങളും അവർക്ക് ഓരോ ഡെവലപ്മെൻറ്റും അവർക്ക് ഡെവലപ്മെൻറ്റ് നടക്കുന്നതിനനുസരിച്ചാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇതെന്ത് ചെയ്യണം? ഓരോ സീക്വൻസിൽ ഓരോ സീക്വൻഷ്യൽ ഓർഡറിലാണ് ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുന്നത്. ആദ്യം കുട്ടി നടക്കില്ല അല്ലേ? ആദ്യം കുട്ടി നടന്നുകൊണ്ടല്ല പിന്നെ കുട്ടി ക്രോൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ആദ്യം ക്രോൾ ചെയ്യുന്നു, അത് ആ ഒരു സീക്വൻസിൽ തന്നെയാണ് എല്ലാ കുട്ടികൾക്കും പോകുന്നത്. ആദ്യം ക്രോൾ ചെയ്യുന്നു, അതായത് എഴയുന്നു, അല്ലെങ്കിൽ കമിഴ്ന്ന് എഴയാൻ തുടങ്ങുന്നു. ദെൻ സ്റ്റാൻഡ്, എങ്ങനെയൊക്കെയോ ഇരിക്കുന്നു, ദെൻ സ്റ്റാൻഡ് എങ്ങനെയൊക്കെയോ പിടിച്ച് നിൽക്കുന്നു, ദെൻ ഫൈനലിയാണ് കുട്ടി നടക്കാൻ പഠിക്കുന്നത്. സോ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ എന്തിനുണ്ട്? ഈ ഒരു ഡെവലപ്മെൻറ്റിന് ഉണ്ട് കുട്ടികളുടെ. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോ കുട്ടിയും എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ? ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിഫറൻസസ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഈച്ച് ചൈൽഡ് ഈസ് യൂണീക്ക്. ഓരോ കുട്ടിയും എന്താണ്? യൂണീക്കാണ്, വ്യത്യസ്തനാണ് അല്ലേ? ഗ്രോയിങ് ആൻഡ് ഡെവലപ്പിംഗ് അറ്റ് ദെയർ ഓൺ പേസ്. എന്താണ്? ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. അവർ വളരുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും അവരുടേതായ സമയമെടുത്തിട്ടാണ്. ദെയർ ഓൺ പേസ് അല്ലേ? അവരുടേതായ ഒരു സമയം എടുത്തുകൊണ്ടാണ് അവർ ഗ്രോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എടുക്കുന്ന സമയമാവില്ല അടുത്ത കുട്ടി
എടുക്കുന്നത്. ഓക്കെ, ചില കുട്ടികൾ എന്താണ് ഒരു 6 മന്ത്സ് എടുക്കും എന്ത് ചെയ്യാനൊന്ന് കമിഴ്ന്ന് ക്രോൾ ചെയ്യാൻ. ചില കുട്ടികൾ എന്ത് ചെയ്യും 3-4 മന്ത്സിൽ തന്നെ അത് ചെയ്യും. അപ്പോൾ ഓരോ കുട്ടിയുടെയും ഡെവലപ്മെൻറ്റും ഗ്രോത്തും അനുസരിച്ച് ആ കുട്ടിയുടെ അതായത് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരും. അവരുടേതായ സമയം എടുത്തുകൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ദെൻ ഫോർത്ത് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇൻറ്റഗ്രേഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ് കമ്പൈനിങ് സിമ്പിൾ ആക്ഷൻസ് സച്ച് ആസ് കമ്പൈനിങ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ടു റൈഡ് എ ബൈസൈക്കിൾ. എന്താണ് ഈ ഒരു ഇൻറ്റഗ്രേഷൻ അല്ലേ, കൂടിച്ചേരൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ആവുന്നത് എങ്ങനെയാണ്? ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ് കമ്പൈനിങ് സിമ്പിൾ ആക്ഷൻസ് അല്ലേ. എന്താണ് ആദ്യം നമ്മൾ സിമ്പിളായിട്ടുള്ള ആക്ഷൻസിലൂടെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ആക്ഷൻസിലോട്ട് എത്തുന്നത്. അപ്പോൾ സിമ്പിൾ ആക്ടിവിറ്റീസിനെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് കുട്ടി എങ്ങോട്ട് എത്തുന്നത്? ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. സച്ച് ആസ് കമ്പൈനിങ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ടു റൈഡ് എ ബൈസൈക്കിൾ. എങ്ങനെ ആദ്യം ഒരു ബൈസൈക്കിൾ റൈഡ് ചെയ്യാൻ പഠിക്കുന്നത് പോലെ എന്നാണ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. എങ്ങനെ ആദ്യം ബൈസൈക്കിൾ നമ്മൾ ആദ്യം ബാലൻസ് ഉണ്ടാക്കും, എന്നിട്ട് അത് മെല്ലെ റൈഡ് ചെയ്യാൻ പഠിക്കും, എന്നിട്ടാണ് നമ്മളത് കാര്യമായിട്ട് ആ ഒരു കോർഡിനേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബൈസൈക്കിൾ റൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെയാണ് പറയുന്നത്. സിമ്പിളായിട്ട് ആദ്യം കുട്ടി ബാലൻസ് ഉണ്ടാക്കും, ദെൻ കുട്ടി ആ കോർഡിനേഷനിലെ ഐ ഹാൻഡ് കോർഡിനേഷനും മോട്ടോർ സ്കിൽസും ഒക്കെ പരസ്പരം കോർഡിനേഷൻ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, കുട്ടിക്ക് ആ ബൈസൈക്കിൾ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു കാര്യവും കുട്ടിയുടെ സൈക്കിൾ റൈഡ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഏതൊരു കാര്യവും അങ്ങനെ നടക്കുള്ളൂ. ഓക്കെ, സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ. പരസ്പരം കോർഡിനേഷനിലൂടെ മാത്രം ഓരോ ഐ ഹാൻഡ് ആയാലും അതുപോലെ മോട്ടോർ സ്കിൽസിൻ്റെ ആയാലും കോർഡിനേഷൻ ഉണ്ടാകുമ്പോഴാണ് കുട്ടി ഓരോ ഡിഫിക്കൽട്ടായിട്ടുള്ള സിമ്പിൾ ആക്ഷൻസിലൂടെ കോർഡിനേഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഫിക്കൽട്ടായിട്ടുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഇൻറ്റഗ്രേഷനിലൂടെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ജനറലൈസേഷൻ ടു ഡിഫറൻസിയേഷൻ. എന്താണ്? ഓരോരുത്തരുടെ ഡിഫറൻസ് ജനറലൈസ് ചെയ്യുക എങ്ങനെയാണ്? ഏർലി ഡെവലപ്മെൻറ്റ്സ് ഈസ് ജനറലൈസ്ഡ്, ബട്ട് ആസ് ഗ്രോത്ത് പ്രോഗ്രസസ് റെസ്പോൺസസ് ബിക്കം മോർ സ്പെഷ്യലൈസ്ഡ്. എന്താണ് പറയുന്നത്? ഏർലി ഡെവലപ്മെൻറ്റ്സ് ഈസ് ജനറലൈസ്ഡ്. എന്താണ് ഏർലി? നേരത്തെയുള്ള ഡെവലപ്മെൻറ്റ്സ് അല്ലെ, കുട്ടിയുടെ ഏറ്റവും നേരത്തെയുള്ള തുടങ്ങുന്ന അല്ലെങ്കിൽ ചെറുപ്പകാലത്തിൽ ഏറ്റവും ഇൻഫാൻസിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് എന്താണ്? ജനറലൈസ്ഡ് ആണ്. മൊത്തം എല്ലാ കുട്ടികൾക്കും ജനറലൈസ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ അത് ബട്ട് ആസ് ഗ്രോത്ത് പ്രോഗ്രസസ്, പക്ഷേ ഗ്രോത്ത് നടക്കും തോറും വളരും തോറും റെസ്പോൺസസ് ബിക്കം മോർ സ്പെഷ്യലൈസ്ഡ്. ഓരോ കുട്ടിയുടെയും റെസ്പോൺസസ് എങ്ങനെയായിരിക്കും? സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ഒരു കുട്ടി പെരുമാറും പോലെയല്ല അടുത്തൊരു കുട്ടി പെരുമാറുന്നുണ്ടാവുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജനിച്ചൊരു 3 മാസം ആവുന്നത് വരെയുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? സാധാരണ അല്ലേ, ചിരിക്കും. അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ പറയുന്നത് കേട്ട് ചിരിക്കും, നമ്മൾ കളിപ്പിക്കുന്നത് കേട്ട് ചിരിക്കും, കൈ വെച്ചൊരു ആക്ഷൻ, കാൽ വെച്ചൊരു ആക്ഷൻ, അങ്ങനെയൊക്കെ ജനറലായിട്ടാണ് കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചില കുട്ടികളെ ഞാൻ പറഞ്ഞു നേരത്തെ, ചില കുട്ടികൾ എന്ത് ചെയ്യും? നേരത്തെ ക്രോൾ ചെയ്യാൻ പഠിക്കും അല്ലേ. ചില കുട്ടികൾ അത് സ്ലോലിയാണ്. അതുപോലെ ചില കുട്ടികൾ പറയുന്നത് ഫാസ്റ്റായിട്ട് അവരെന്ത് ചെയ്യും? മനസ്സിലാക്കും. ചില കുട്ടികൾ അത് കുറച്ച് സ്ലോ ആയിട്ടേ ചെയ്യുള്ളൂ. സോ അതാണ് എന്താണ് പറയുന്നത്, നേരത്തെയുള്ള ഡെവലപ്മെൻറ്റ്സ് എന്താണ്? ജനറലൈസ്ഡ് ആണ്. എല്ലാ കുട്ടികളും സെയിം റെസ്പോൺസ് ആയിരിക്കും. പക്ഷേ ഗ്രോത്ത് നടക്കുന്നതിനനുസരിച്ച് പല കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് ഗ്രോത്ത് നടക്കുക അല്ലേ. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മൾ പറഞ്ഞു. സോ അങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിലൂടെയാണ് ഗ്രോത്ത് നടക്കുന്നത്. അപ്പോൾ റെസ്പോൺസസ് എന്തായിരിക്കും? മോർ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ചില കുട്ടികൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും അല്ലേ. ചില കുട്ടികൾ എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാൻ ഓക്കെ ആയിരിക്കും, ചില കുട്ടികൾ അങ്ങനെയല്ല അല്ലേ. അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ പല കുട്ടികളുടെയും ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിനനുസരിച്ചായിരിക്കും അവരുടെ റെസ്പോൺസസ് ഉണ്ടാവുക. പക്ഷേ ഏർലി ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണ്? എല്ലാവർക്കും ഒരുപോലെ തന്നെ. അത് പോകെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതിനനുസരിച്ച് അവരുടെ ഡിഫറൻസ് എന്ത് ചെയ്യും? റെസ്പോൺസസിൽ ഡിഫറൻസ് ഉണ്ടാവും. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് ആയിരിക്കും അവരിൽ നിന്ന് തിരിച്ച് കിട്ടുന്നുണ്ടാവുക. സോ അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ജനറലൈസേഷൻ ടു ഡിഫറൻസിയേഷൻ. പല കുട്ടികൾക്കും പല രീതിയിലുള്ള സ്വഭാവ മാറ്റങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസസിൽ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ.
ഇനി നമുക്ക് ഇതിലൊരു പോയിന്റ് മിസ്സായി പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. കുട്ടിയുടെ ഹെറിഡിറ്റിയിലെ പാരമ്പര്യമായിട്ടുള്ളതും അതുപോലെ എൻവയോൺമെൻറ്റ് ചുറ്റുപാടുമായിട്ടുള്ള ഘടകങ്ങൾ. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് ജനറ്റിക് ഫാക്ടേഴ്സ്. എന്താണ് ഹെറിഡിറ്റി? ഓക്കെ, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ന്യൂട്രീഷൻ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. എന്താണ് കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്തിനേയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? ഹെറിഡിറ്റി അല്ലേ. ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. നമ്മുടെ എന്താണ് ജനിതകമായിട്ടുള്ള നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഘടകങ്ങളും അതുപോലെ കുട്ടിയുടെ ചുറ്റുപാടുകൾ എൻവയോൺമെൻറ്റും കൂടെ എന്തിനെ ബാധിക്കുന്നുണ്ട്? കുട്ടിയുടെ വളർച്ചയെയും അതുപോലെ വികാസത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ന്യൂട്രീഷ്യസ് ആയിട്ട് ഉള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ എന്തുണ്ട്? ഡെവലപ്മെൻറ്റും ഗ്രോത്തും നടക്കുന്നുണ്ട്. അതുപോലെ കൾച്ചേഴ്സ് അല്ലേ, നല്ല കൾച്ചറിൽ വളരുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് നടക്കും. ഗ്രോത്തും ഡെവലപ്മെൻറ്റും അല്ലേ. കുട്ടി നല്ല കൾച്ചറിൽ നല്ല സിറ്റുവേഷനിൽ വളരുകയാണെങ്കിൽ അതുപോലെ നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ എന്തുണ്ട്? കുട്ടിക്ക് നല്ല വളർച്ചയും വികാസവും അതല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ എന്താണ് ജനിതകമായ ഘടകങ്ങൾ അല്ലേ. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്തിനെ ബാധിക്കുന്നുണ്ട്? കുട്ടിയുടെ നല്ല ഹെറിഡിറ്ററി ആയിട്ട് അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നല്ല ക്വാളിറ്റീസ് കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ എന്തുണ്ട്? കുട്ടി നല്ല രീതിയിൽ വളരാൻ, കുട്ടിക്ക് നല്ല ഇപ്പോൾ പാരമ്പര്യമായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന കുട്ടി, ആ പാരമ്പര്യം ആ കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ആ കുട്ടി എന്താണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും നല്ല ബുദ്ധിയോടുകൂടി വളരാനും പഠിക്കാനും ആ കുട്ടിക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആകാരവടിവ് അല്ലേ, നമുക്ക് പാരമ്പര്യമായിട്ട് നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. കുട്ടിക്ക് അത് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും എന്താണ് നല്ല രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് പാരമ്പര്യം, ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ. ഹെറിഡിറ്റി എന്തിനെ ബാധിക്കുന്നുണ്ട്? എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും. അതുപോലെ നല്ല എൻവയോൺമെൻറ്റ് അല്ലേ, നല്ല ചുറ്റുപാടുകളിൽ നല്ല എഡ്യൂക്കേഷനോടുകൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതോടുകൂടി അതിൽ നല്ല കൾച്ചറിൽ അല്ലേ, നല്ല ചുറ്റുപാടുകളും നല്ല എന്താണ് ഒരു ഘടകങ്ങൾ നമ്മളെ ചുറ്റും കാണുന്നതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകങ്ങളാണെങ്കിൽ എന്തുണ്ട്? കുട്ടിക്ക് നല്ല രീതിയിൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും നടക്കാൻ സാധ്യത കൂടുതലാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡെഫിനിഷൻ പഠിച്ചു അല്ലേ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡെഫിനിഷൻസ് പഠിച്ചു, കീ ഡിഫറൻസസ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് പഠിച്ചു, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പഠിച്ചു അല്ലേ. ഇനി നമുക്കിതിൻ്റെ ബാക്കി പോർഷൻ അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. സോ ഇത്രയും പഠിച്ചത് എല്ലാവരും നന്നായിട്ട് വീഡിയോസൊക്കെ വാച്ച് ചെയ്ത് ക്ലിയറാക്കി മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. ഓക്കെ, ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.